പ്രകാശ് കാരാട്ട് CPIM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററൊക്കെ ആയിരിക്കാം. എന്നാൽ കാരാട്ടിന്റെ പുതിയ ലൈൻ ബംഗാളിൽ നടപ്പില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് സർക്കാരോ ഫാഷിസ്റ്റ് സർക്കാരോ അല്ലെന്നാണ് CPIMന്റെ പുതിയ ലൈൻ. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ച രാഷ്ട്രീയ പ്രമേയത്തോടൊപ്പമുള്ള കുറിപ്പിലാണ് ഈ വിശദീകരണം. നവലിബറൽ വർഗീയ അജണ്ടകളുള്ള പാർട്ടിയെന്നാണ് BJPയെ ബംഗാളിലെ സംസ്ഥാന സമ്മേളനത്തിലും കാരാട്ട് വിശേഷിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഇന്ത്യൻ എക്സ്പ്രസിലെ ആത്രി മിത്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് BJP ഫാസിസ്റ്റ് പാർട്ടിയാണെന്നാണ്. കേന്ദ്രത്തിലുള്ള BJP സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമായി കാണുന്നില്ലെന്ന് ഈയിടെ കേരളത്തിലെ ചില നേതാക്കൾ പറഞ്ഞതിനെപ്പറ്റി താങ്കളുടെ കാഴ്ചപ്പാടെന്താണെന്നതായിരുന്നു മിത്രയുടെ ചോദ്യം. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു: CPIM എന്നത് ഒറ്റ പാർട്ടിയാണ്. കേരള പാർട്ടി, ബംഗാൾ പാർട്ടി, ഡൽഹി പാർട്ടി എന്നിങ്ങനെയില്ല. CPIM ഈ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആരങ്ങനെ പറഞ്ഞോ എനിക്കറിയില്ല. പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് അറിയാവുന്ന സ്ഥിതിക്ക് കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവും അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2014-15 മുതൽ ഞങ്ങൾ പറയുന്നതാണ് പാർട്ടിയെന്ന നിലയിൽ BJP പ്രസക്തമായ ഒന്നല്ല. അതിനെ നയിക്കുന്നത് ഫാഷിസ്റ്റ് സംഘടനയായ RSS ആണ്. RSSന് ഫാഷിസ്റ്റ് അജണ്ടയാണുള്ളത്. ഇന്ത്യയെ ഫാഷിസ്റ്റ് രാഷ്ട്രമാക്കുകയാണ് അവരുടെ ലക്ഷ്യം. RSSും BJPയും പോലെയുള്ള ഫാഷിസ്റ്റ് സംഘടനകളുയർത്തുന്ന ഭീഷണി ചെറുക്കാൻ കൃത്യമായ പദ്ധതികളുള്ള പാർട്ടി CPIM മാത്രമാണെന്നും സലിം പറയുന്നു. അധികാരം പിടിക്കാനുള്ള അവരുടെ രീതി ഫാഷിസ്റ്റ് പ്രവണതയെയാണ് കാണിക്കുന്നതെന്നും സലിം പറയുന്നു. ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന CPIMന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിനു മുന്നോടിയായി പുറത്തിറക്കിയ കരടുരാഷ്ട്രീയ പ്രമേയത്തിലാണ് പാർട്ടിയുടെ രാഷ്ട്രീയ ലൈൻ വിശദീകരിച്ചിരിക്കുന്നത്. പാർലമെന്റിന് അകത്തും പുറത്തും യോജിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യാ മുന്നണിയിലെ പാർട്ടികളുമായി സഹകരിക്കുമെങ്കിലും കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യത്തിനില്ലെന്നാണ് പുതിയ പാർട്ടി ലൈൻ. എന്നാൽ ബംഗാളിൽ വർഷങ്ങളായി കോൺഗ്രസും CPIMുമായി സഖ്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പാർട്ടി എന്തു പറഞ്ഞാലും ആ സഖ്യം തുടരാതെ പാർട്ടിക്ക് രാഷ്ട്രീയമായി നിലനിൽപ്പുണ്ടാവില്ല. കൊൽക്കത്തയിൽ കഴിഞ്ഞ മാസം ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പ്രമേയത്തിന്റെ കരടിന് അംഗീകാരം നൽകിയത്. മോദിയുടെ ഫാഷിസ്റ്റ് ഭരണമെന്ന CPIയുടെയും CPIMLന്റെയും നിലപാടാണ് CPIM തള്ളിപ്പറഞ്ഞിരിക്കുന്നത്.